സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് സെപ്റ്റംബർ 8, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ. ഏവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ജോവാക്യമും അന്നായും നാളുകളേറെ പ്രാർത്ഥനയോടെ കാത്തിരുന്നതിന്റെ പ്രതിഫലമാണ് ഉണ്ണിമേരി. മക്കളില്ലാതെ ഏറെ വേദനിച്ച് അവർ ഏറെ ദുഃഖത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന് ദൈവം നൽകിയ പ്രത്യുത്തരമായിരുന്നു മറിയം. മറിയത്തിന്റെ ജനനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം ജന്മപാപത്തിന്റെ കറയേൽക്കാതെയാണ് അവൾ ഈ ഭൂമിയിൽ ജനിച്ചത്. ദൈവം തന്റെ പുത്രന്റെ അമ്മയാകാൻ മറിയത്തെ പ്രത്യേകം തിരഞ്ഞെടുത്തു. പരിശുദ്ധ കന്യാമറിയത്തിന് തീർത്ഥാടകയായ സഭയുടെ ജീവിതത്തിലുള്ള സ്ഥാനത്തെക്കുറിച്ച് വിവരിക്കുന്ന ചാക്രിയ ലേഖനമാണ് റിഡംപ്റ്റോറിസ് മാത്തർ. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന പ്രസ്താവനയോടെയാണ് ഈ ചാക്രിയ ലേഖനം ആരംഭിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതുപോലെ അവൾ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. അവളുടെ ഉദരഫലവും അനുഗ്രഹീതം. സ്ത്രീകളിൽ വെച്ച് അവളെ ഏറ്റവും അനുഗ്രഹീതയാക്കി മാറ്റിയത് അവളിൽ നിറഞ്ഞു നിന്നിരുന്ന ജീവിത വിശുദ്ധിയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മിലും നിറയേണ്ടത് ജീവിത വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹമാണ്. ജന്മപാപത്തിന്റെ കറയേൽക്കാതെ പിറന്ന പരിശുദ്ധ മാതാവെ, ഒളിമങ്ങാത്ത ജീവിത വിശുദ്ധിയുടെ തിരുശേഷിപ്പുകളായി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.